ഹായ്, ഞങ്ങളൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 10, ഇന്ന് വ്യാഴാഴ്ച തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ മദ്രസ് തുറന്നല്ലോ. അപ്പം ട്രെയിൻ വന്നു. നമ്മൾ തൃക്കരിപ്പൂരിൽ നിന്ന് 11 മണിൻ്റെ ലോക്കൽ ട്രെയിനിനാണ് പോകുന്നത്. എവിടെയുമല്ല, കോഴിക്കോട് ഹൈലൈറ്റ് മോളിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി, എല്ലാവർക്കും സീറ്റ് കിട്ടീനി. അപ്പോൾ അവിടെ സ്നോ ഫാൻറ്റസിയാണ് ലക്ഷ്യം. പിന്നെ ഇന്ന് രാത്രി അവിടെ നേരെ നോളജ് സിറ്റിയിൽ പോയിട്ട് തങ്ങിയിട്ട് നാളെ വരണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തി. അവിടെ ഇറങ്ങി ഭക്ഷണമൊക്കെ 1:30 എത്തി ഉച്ചക്ക്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ഹൈലൈറ്റ് മോളിലേക്ക് പോയി. ഓട്ടോക്ക് ആദ്യം തന്നെ ക്യാഷ് ചോദിച്ചായിരുന്നു. അപ്പം 200 രൂപ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മോളിലേക്ക് എത്തി. ഇനി ഇതിൻ്റെ ബേസ്മെൻറ്റിലാണ് സ്നോ ഫാൻറ്റസി. അപ്പോൾ അവിടെ ലക്ഷ്യം വെച്ചിട്ടാണ് വന്നത്. കാരണം എല്ലാവരും അധികം ഇപ്പോൾ സ്റ്റാറ്റസൊക്കെ കാണുന്നതല്ലേ, കാശ്മീർ പോലെ ഐസിൻ്റെ സ്ഥലം. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ ഈ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങി. ഒരാൾക്ക് പിന്നെ 530 അഡൾട്ട് ടിക്കറ്റിന്, 470 കുട്ടികൾക്ക്, ചെറിയ പിള്ളേർക്ക് 470. ഇവിടെ നിന്ന് നമുക്ക് മാറ്റേണ്ട ഡ്രസ്സും പിന്നെ നമ്മളിട്ട ചെരുപ്പൊക്കെ അവരൊരു പീസിൽ ഇവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട്. നമ്പർ തരും. അപ്പോൾ അത് ലാസ്റ്റ് വാങ്ങലാണ്. പിന്നെ നമുക്ക് ജാക്കറ്റും അതേപോലെ അതിൻ്റെ ക്യാപ്പും പിന്നെ ഷൂസും ഒക്കെ തന്ന്, ഗ്ലൗസും എല്ലാം തന്ന ഇതിൻ്റെ അകത്തേക്ക് കയറി. കുഴപ്പമില്ല, നല്ലൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു ചെറിയൊരു റൈഡ് ഉണ്ട്. വലിയൊരു ഹോള് പോലത്തെ സ്ഥലമാണ്. ഫുൾ ഐസാണ്. ഇവിടുത്തെ -10 ഡിഗ്രിയിലാണ്. അപ്പോൾ ഹമീദ അതിലേക്ക് കയറി ആ റൈഡിൽ. പിന്നെ അതിനുശേഷം മുഹമ്മദ് കയറി. പിന്നെ സാലിമോ, കുഴപ്പമില്ല, നല്ല ഇത് തന്നെയാണ്. പിന്നെ അതിനുശേഷം സാബിത്തും അതിൽ കയറി. പിന്നെ ഏതായാലും പൈസ കൊടുത്തല്ല, ഞാനും കൂടി കയറി അതിൽ. പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന ഇതുപോലുള്ള ഇത് 1 മണിക്കൂറാണ് ഇവിടെ. ഈ 530 രൂപക്ക് 1 മണിക്കൂർ ഇതിൻ്റെ അകത്ത് ചിലവഴിക്കാം. അപ്പോൾ അവർ ടൈമൊക്കെ വെക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ കുഴപ്പമില്ല, നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു. പിന്നെ ഇവർ ടൈമൊക്കെ വെക്കുന്നുണ്ടോയെന്നറിയില്ല. പക്ഷെ ആരും അങ്ങനെ 1 മണിക്കൂർ തന്നെ കഷ്ടിച്ച് കുറച്ച് സമയമാകുമ്പം തന്നെ തണുപ്പങ്ങ് ഇരച്ച് കയറുന്നുണ്ട്. ആ ഷൂവിൻ്റെ ഉള്ളിലേക്കെല്ലാം ഇങ്ങനെ തണുപ്പ് കയറും. പിന്നെ ഇവിടെ ഈ സ്പോഞ്ചിൻ്റെ ക്യൂബ് പോലെ ആക്കിയിട്ട് ഒരു അറയുണ്ട്. അതിലിങ്ങനെ ഇതിപ്പോൾ ഹമീദ കയറി. ഇതിൽ കുറച്ച് തണുപ്പ് കുറവാണ്. അതുകൊണ്ട് ഹമീദ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കളിക്കും. ഇത് സാബിത്ത് ഹമീദാനെയും മുഹമ്മദിനെയും ഇതിൽ കയറ്റി ഇങ്ങനെ വലിക്കുകയാണ് ഐസിന്ന്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ ഐസ്. പിന്നെ റൈഡ് അങ്ങനെ ഒന്നും ആയിട്ടൊന്നുമില്ല. 2-3 ഐറ്റംസ് ഇങ്ങനെ പിള്ളേർക്ക് കളിക്കുന്ന. വലിയ ആളും കയറുന്നുണ്ട് എല്ലാത്തിനും. 2-3 ഊഞ്ഞാലും പിന്നെ ഒരു പാലം, പിന്നെ ഇങ്ങനെ കാശ്മീരിലൊക്കെ കാണുന്ന ഐസിൻ്റെ സ്ഥലത്ത് കാണുന്ന, പിന്നെ ഒരു ഇഗ്ലൂ എന്ന് പറഞ്ഞ ഒരു അറ. നല്ല തണുപ്പുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഞാനും സാബിത്തും ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് വയ്ക്കണമല്ലോ, മൊബൈൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം കൈയൊക്കെ ഇങ്ങനെ മരവിക്കും. നല്ല പിള്ളേർ ഇങ്ങനെ ഐസ് എടുത്ത് തേയിട്ടെല്ലാം കളിക്കുകയാണ്. പിന്നത്തെ ഊഴം സാലിമാൻ്റെ ആയിരുന്നു. എന്തായാലും നല്ല ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ ചെറിയ കുട്ടികളെല്ലാം കൊണ്ട് വരുന്നുണ്ട്, നല്ല ചെറുത്. അപ്പോൾ തണുപ്പ് കഴിയാതെ നിൽക്കാൻ പറ്റാതെ പെട്ടെന്ന് പോകുമെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് തന്നെ അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കഷ്ടിച്ച് ഞങ്ങൾ ഇങ്ങനെ 1 മണിക്കൂർ ആക്കേണ്ടതിൻ്റെ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യുന്നതാണ്. അരമണിക്കൂറാകുമ്പോൾ തന്നെ ഭയങ്കര എങ്ങനെയെങ്കിലും പുറത്ത് പോകാമെന്നില്ല. സാബിത്ത് എൻജോയ് ചെയ്യുകയാണ് ഇപ്പോൾ. പിന്നെ
അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് ഇഗ്ലൂ. ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഒരു കൂടാരം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തണുപ്പ് കുറവാണെന്ന് പറയുന്നത്. രണ്ടാളും ഇതിൻ്റെ അകത്താ. മുഹമ്മദ് ചെയറിലിരുന്ന് പിന്നെ അവനെ കുറച്ച് നേരം ഞാനിങ്ങനെ വലിച്ച്. പിന്നെ കുട്ടികളെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ, അങ്ങനെ അവരൊക്കെ കൂടിയിട്ട് തന്നെ ആ 1 മണിക്കൂർ നല്ല എന്താ പറയുക, കുഴപ്പമില്ല. നമ്മൾ കൊടുത്ത കാശിനുണ്ട് എന്തായാലും. കാരണം ഈ ഒരു സെറ്റപ്പ്, ഐസും മഞ്ഞ് വീഴുന്ന ഈ സെറ്റപ്പൊക്കെ കാശ്മീരിലൊക്കെ പോകണമെങ്കിലും മണാലിയിലൊക്കെ പോകണമെങ്കിൽ നല്ല ചിലവല്ലേ. ഇതിവിടെ കോഴിക്കോട് ഇതൊക്കെ സംവിധാനിച്ചിട്ട്. അപ്പോൾ ഇത് തന്നെയാണ്, ഞങ്ങൾ കുറച്ച് നേരം എൻജോയ്മെൻറ്റ് ചെയ്തു. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ അകത്ത് വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഹമീദും മുഹമ്മദും ഇതിൻ്റെ അകത്ത് വന്ന് കളിക്കും. എന്നാലും മുഹമ്മദ് എല്ലായിടത്തും കയറി ചെല്ലുന്നുണ്ട്, ഒറ്റക്കന്നല്ല. അതിൻ്റെ അകത്ത് കുറച്ച് വലിയൊരു സ്പേസിലുള്ളൊരു സ്ഥലം അത്രയാണ്, അല്ലാതെ നല്ല വലിപ്പമൊന്നുമില്ല. രണ്ടാളും ഐസിൻ്റെ ഒരു ബോളാക്കിയിട്ടുണ്ട്. അയ്യവാ സാബിത്തിൻ്റെ ഒരു സ്കൈസർ കട്ട് കിക്ക്, അത് ഹമീദാവും. പിന്നെ മുഹമ്മദ് ഇവിടുന്ന് ഇങ്ങനെ കളിച്ചു, ഹമീദാവും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ റൈഡൊന്നും ഇല്ല. എന്നാലും ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഇങ്ങനെ കളിച്ച് ഫോട്ടോ എടുത്ത് എൻജോയ്മെൻറ്റ് ചെയ്യാം. നല്ല തണുപ്പാണ്. പിന്നെ മുകളിൽ തൂക്കുപാലമെല്ലാം ആക്കിയിട്ടുണ്ട്. അവിടെ പോയിട്ടാണ് അതിലേ കൂടി കയറിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഈ റൈഡിൽ കയറുന്നത്. ഒരു വലിയ ആളും എല്ലാവരും കയറുന്നുണ്ട്. സാലിമ, അതേപോലെ മുഹമ്മദ്, ഹമീദ, സാബിത്ത് എല്ലാവരും കളിച്ച് എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ ഒരു സഹോദരൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി വീഡിയോ എടുപ്പിച്ചു. ഇതാണ് ആ തൂക്ക് പാലം. ഇവിടെ ഇതിൻ്റെ മുകളിൽ ചായയൊക്കെ കിട്ടും കേട്ടോ. ചായക്ക് വലിയ പൈസയൊന്നുമില്ല, 20 ഉറുപ്പ്യേ. പിന്നെ ഐസ്ക്രീമും കിട്ടും, ഐസിൽ ഐസ്ക്രീം തിന്നാം. അങ്ങനെ മുഹമ്മദ് ഒന്നുകൂടി അവന് പോകണം. അവനൊരു 10 പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാവും. അങ്ങനെ ഞാനും അവനെത്തിച്ച് ഒന്നും കൂടി കയറി. പിന്നെ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായി. ഞങ്ങൾ 1 മണിക്കൂർ കറക്റ്റ് നിന്നിന്. അത് കഴിയുമ്പം പിന്നെ സാബിത്ത് ഒന്നും കൂടി പന്ത് കളിക്കുന്ന പോലെ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഏതായാലും 1 മണിക്കൂർ ആയതുകൊണ്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ജാക്കറ്റും അതുപോലെ ഷൂസും ഒക്കെ അവിടെ കൊടുത്തു. ഇത് ലാസ്റ്റ് ഇറങ്ങുന്നതിൻ്റെ തൊട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എക്സിറ്റിലെ ഡോറിലേക്ക് പോകുന്നത്.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഹൈലൈറ്റ് മോളിൽ 3-4 ഫ്ലോറുണ്ട്. എല്ലാ ഫ്ലോറിലും ഒന്ന് കറങ്ങി നടന്നു. പിന്നെ ഷോപ്പിംഗ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ മിഠായി തെരുവിലേക്ക് പോകാനുണ്ട്, അങ്ങോട്ടേക്കാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫ്ലോറിലും ഒന്ന് കറങ്ങി. പിന്നെ ഇതിൻ്റെ മുകളിൽ 4th ഫ്ലോറിൽ നിസ്കാര റൂമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ദുഹറും അസറും ജമ്മും കസറുമായിട്ട് നിസ്കരിച്ചു. അങ്ങനെ അവിടുന്ന് മടങ്ങി. അങ്ങനെ ഹൈലൈറ്റ് മോളിൽ നമ്മൾ പുറത്തിറങ്ങി. അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചിട്ട് വീണ്ടും 200 രൂപയാണ് മിഠായി തെരുവിലേക്ക് ആദ്യം തന്നെ ചോദിച്ചായിരുന്നു. അങ്ങനെ മിഠായി തെരുവിലെത്തി. മിഠായി തെരുവിൽ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. പക്ഷെ വീഡിയോ ഒന്നും കറക്റ്റായിട്ട് പിടിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുത്തു, പിന്നെ സാബിത്താണ് അധികം എടുത്തത്. പക്ഷേ ഇവിടുന്ന് എന്താ പറയുക, ഒരു തൊലിക്കട്ടിയും കൂടി വേണമല്ലോ വീഡിയോയിൽ ഇങ്ങനെ എടുത്ത് നടക്കണമെങ്കിൽ. അപ്പോൾ അതൊരു എന്താ പറയുക, സാബിത്തിന് എന്തോ മാതിരി. അപ്പോൾ ഞാനും ശരിക്കും എടുത്തിട്ടില്ല, എന്നാലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. എന്തായാലും അവിടെ നല്ല വിലക്കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്തായിരുന്നു. അടുത്ത ലക്ഷ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നോളജ് സിറ്റിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുട്ടികളെ മദ്രസ വിട്ടിട്ട് 10:50 11 മണിൻ്റെ ലോക്കലിന് കയറി 1:30ക്ക് കോഴിക്കോടെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഹൈലൈറ്റ് മോളിൽ പോയി. അങ്ങനെ തിരിച്ചിപ്പോൾ ഇവിടെ 4:30 മണിക്കാണ് എത്തിയത്. ഇനിയിപ്പോൾ ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ നോളജ് സിറ്റിയിലേക്ക് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ബസ്സിന് പോകാനാണ് പ്ലാന്. അപ്പോൾ ഞങ്ങളങ്ങനെ 6:30 മണിക്ക് അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അങ്ങനെ അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ട് 40 രൂപ കൊടുത്തിട്ടാണ് ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. പക്ഷേ ഒരു ബസ്സൊന്നും അവിടെ ഇല്ല. പിന്നെ സ്റ്റേറ്റ് ബസ് KSRTC പുറത്തുനിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു ആ ഡിപ്പോയിലേക്ക്, KSRTCൻ്റെ ഡിപ്പോയിലേക്ക് പോകണമെന്ന്. അങ്ങനെ അവിടുത്തെ കുറച്ചേ നടക്കാനുള്ളൂ. പക്ഷേ ആ ബസ് യാത്ര ഒരു ദുരിതം തന്നെയായിരുന്നു. അവിടെ നിന്ന് കൽപ്പറ്റ പോകുന്ന ബസ്സിൽ ആണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ പോകുന്ന ബസ്സിൽ കയറിയിട്ട് നോളജ് സിറ്റിയിലേക്ക് പോയി. പാർട്ട് 2 കാണാൻ ബാക്കി.